ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കള്ള് ചേർത്ത നല്ല നാടൻ കള്ളപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതിനു വേണ്ടി 3 ഗ്ലാസ് പച്ചരി ഒരു 7 മണിക്കൂർ കുതിർത്തതിന് ശേഷം നല്ലപോലെ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി എടുത്തു വെച്ചിട്ടുള്ളതാണിത്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അരി അളന്ന അതേ ഗ്ലാസ്സിന് 2 ഗ്ലാസ് തേങ്ങയും 1.5 ഗ്ലാസ് ചോറും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് കള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ പഞ്ചസാര, ഒരു 4 ചെറിയുള്ളി, പിന്നെ 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ആദ്യം തന്നെ ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ അരി ഞാനിവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുഴിയുള്ള പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഈ കള്ളപ്പത്തിന് അരക്കുന്ന സമയത്ത് മാവ് ഒരുപാട് ലൂസായി പോകാൻ പാടില്ല, കുറച്ച് കട്ടിയായിട്ട് തന്നെ വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ച് വെച്ച് ഒരു 7-8 മണിക്കൂർ പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 7 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ഒരു തവി മാവ് കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് പരത്തി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും നല്ലപോലെ കുക്കായതിനു ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് എടുത്തു വെക്കാം. ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള അപ്പവും റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചിക്കൻ കറിയുടെയും മീൻ കറിയുടെയും വെജിറ്റബിൾ സ്റ്റൂവിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.